ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 to 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ തന്നെ എന്തായാലും അത്ര ചെറിയൊരു അംശം ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് അത് ഒരു ക്രിസ്പൻസ് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ രീതിയിൽ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. നമ്മളിത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേര് ചേർക്കുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് മാരിനേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കിത് ഒരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റോ ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ എന്തായാലും ഓവർനൈറ്റാണ് വെക്കണത്. അത് ഞാൻ പിറ്റേ ദിവസം എടുത്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്താണ് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് എയർ ഫ്രയറിൻ്റെ അതിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ അത് അലുമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം ശരിക്കും പറ്റിപ്പോവില്ല. അപ്പം ഞാൻ ഡയറക്റ്റിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. കണ്ടമാനം തിക്കി വെക്കരുത്. ഒരു ലെയറാണ് വെക്കാവുള്ളൂ. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. ഇനി 400 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മളത് സെറ്റ് ചെയ്യണത്. 15 to 15 മിനിറ്റാണ് പറയുന്നത്. പക്ഷേ നമുക്കത് പോരാ. അപ്പം 400 ഡിഗ്രി ഫാരൻഹീറ്റ് ഇട്ടിട്ട് നമുക്കൊരു 20 മിനിറ്റ് വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ 20 മിനിറ്റ് വെച്ച് 2 പ്രാവശ്യം വയ്ക്കണം. എന്നാലാണ് നമുക്കിത് നന്നായിട്ട് ഇതായി കുക്കായി കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ഇത് ആദ്യത്തെ സെറ്റോടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്കൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. മുകളത്തോടൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഫുള്ള് നമുക്കിതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം. ഫുള്ള് തിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മിനിറ്റ് സെറ്റ് ചെയ്ത് വീണ്ടും വയ്ക്കാം. അപ്പോൾ അത്ര ടോട്ടൽ 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് കിട്ടും. നമുക്കിത് ഇതിൻ്റെ അകത്ത് നമുക്ക് എണ്ണയും ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ആ എണ്ണ വറുക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ വീണ്ടും 20 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തെടുത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഫ്രൈഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. നല്ല ഫുള്ളി കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നേരം വെക്കേണ്ടി വരും. നല്ല മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് നന്നായിട്ട് മസാലയൊക്കെ അത് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിത് കറിയായിട്ട് വെക്കണമെങ്കിൽ ഇത് അരിഞ്ഞ് ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് എയർ ഫ്രൈയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.